ഓക്കെ, റുദർഫോർഡ് ബാക്ക് സ്കാറ്ററിങ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് അസ്പെക്ട്സ് വെച്ചിട്ട് ഒരു ന്യൂക്ലിയർ ടെക്നിക്സ് നമ്പർ ഒരു 3 ഉണ്ടെന്ന് പറഞ്ഞതായിരുന്നു. അതായത് NEA, പിക്സ്, പിന്നെ RBS. അതിൽ നമ്മളിപ്പോൾ ഫസ്റ്റ് RBS നോക്കാം. NEA പിന്നെ പിക്സ് ഒക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇത് RBS മീൻസ് റുദർഫോർഡ് ബാക്ക് സ്കാറ്ററിങ്. അത് നോക്കണ മുമ്പ് നമുക്ക് റുദർഫോർഡ് സ്കാറ്ററിങ് എന്താണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. റുദർഫോർഡ് സ്കാറ്ററിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗോൾഡ് ഫോയിൽ ഉണ്ടാകും. ഇത് വന്നിട്ട് ഒരു റേഡിയേറ്റഡ് സബ്സ്റ്റൻസ്, അത് എമിറ്റ് ആൽഫ പാർട്ടിക്കിൾ. ഒരു ആൽഫ പാർട്ടിക്കിളിനെ ഈ ഗോൾഡ് ഫോയിൽ അതുകൊണ്ട് നമ്മൾ ബൊമ്പാർഡ് ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ പ്രൊസീജിയർ നടക്കുന്നുണ്ട്, അതായത് എന്തൊക്കെ അതിൽ നമ്മൾ അബ്സോർവ് ചെയ്യാൻ പറ്റുന്നത് നോക്കിയാൽ, അതായത് ഇതിലൊരു ഡിറ്റക്ടർ വെച്ചിട്ട് നമുക്കിത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതൊരു സിങ്ക് സൾഫൈഡാണ്. അപ്പോൾ നമ്മളൊരു ആൽഫ പാർട്ടിക്കിൾ ബൊമ്പാർഡ് ചെയ്യുമ്പോൾ ഇതിലെന്താകും? സ്കാറ്ററാക്കി പോകും. ചിലത് വന്നിട്ട് ഇതിൻ്റെ പാസ്സായി പോയിട്ടുണ്ടായിരുന്നു, അതായത് ഈ ഫോയിലിന് പാസ്സായി പോയിട്ടുണ്ടായിരുന്നു. ചിലത് സ്കാറ്ററായി പോയിട്ടുണ്ടായിരുന്നു. ഈ വഴിക്ക് സ്കാറ്ററായി. പിന്നെ ഒന്ന് വന്നിട്ട് ചില പാർട്ടിക്കിൾസ് ആൽഫ പാർട്ടിക്കിൾ വന്നിട്ട് റിട്ടേൺ ആയി പോകും. ചില ആൽഫ പാർട്ടിക്കിൾ ഈ വഴിയിൽ ഒന്ന് സ്കാറ്ററായി പോകും. അപ്പോൾ ഇതിനൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിലൊരു സെൻട്രൽ, അതായത് ഈ ആറ്റംസിലൊരു ന്യൂക്ലിയസ് ഉണ്ട്. അതായത് അതൊക്കെ റുദർഫോർഡ് കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ആറ്റംസിൽ ചില സൈഡ്സിൽ വന്ന് സ്പേസ് ഉണ്ടാകും. ആ സ്പേസിൽ വന്നിട്ട് ഈ ആൽഫ പാർട്ടിക്കിൾ പാസ്സായി പോകും. അപ്പോൾ ഈ ന്യൂക്ലിയസ് ഉള്ള സ്ഥലത്ത് വന്നിട്ട് ഈ ആൽഫ പാർട്ടിക്കിൾ പാസ്സായി പോകില്ല. അപ്പോൾ ആ സ്ഥലത്ത് എന്താകും? ഈ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററായി പോകും. അതായത് ആൽഫ പാർട്ടിക്കിൾ പോസിറ്റീവ്ലി ചാർജ് പാർട്ടിക്കിൾ, ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ പ്രോട്ടാണും പോസിറ്റീവ്ലി ചാർജ്, അപ്പോൾ അതിൽ സ്കാറ്ററായി പോകും. ഇതൊക്കെ റുദർഫോർഡ് കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ സ്കാറ്ററായി പോകുമ്പോൾ റിട്ടേൺ സ്കാറ്ററിങ് ആകുന്ന പാർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അതായത് പോകുന്ന വഴിയിൽ തന്നെ അത് തിരിച്ചു വരും, പിന്നെ ഇവിടേക്ക് അത് തിരിച്ചു വരും. അപ്പോൾ ഇങ്ങനത്തെ സ്കാറ്ററിങ് നമ്മൾ എന്താ പറയുക? ബാക്ക് സ്കാറ്ററിങ് എന്ന് പറയാം. പോകുന്ന വഴിയിൽ തന്നെ തിരിച്ചു വരുന്ന ആൽഫ പാർട്ടിക്കിൾ ബൊമ്പാർഡ് ചെയ്യുന്ന അതിലുള്ള പാർട്ടിക്കിൾ, പ്രോട്ടാണ് നമ്മൾ എടുത്തിട്ട് വരുന്നത്. അതിന് നമ്മൾ എന്താ പറയുക? ബാക്ക് സ്കാറ്ററിങ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത് നോർമലി റുദർഫോർഡ് സ്കാറ്ററിങ് എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ ഇത് നമ്മൾ വെച്ചിട്ട് എന്താ കണ്ടുപിടിക്കുക? ഇതിൻ്റെ ഡിറ്റക്ടർ വെച്ചിട്ട് ഇതിൻ്റെ പ്രോസസ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഒരു തിൻ ഗോൾഡ് ഫോയിലും പിന്നെ ആൽഫ പാർട്ടിക്കിൾ ഇതിനെ ഒരു സ്ട്രൈറ്റ് ലൈനായിട്ട് കൺവേർട്ട് ആക്കാൻ നമുക്ക് എന്തുണ്ട്? ഇതൊരു കോളിമീറ്റർ ഉണ്ട്. അപ്പോൾ ഇത് സ്കാറ്റർ ആകുന്ന പാർട്ടിക്കിളിൻ്റെ ഡയറക്ഷൻസ് ആണ്. അപ്പോൾ ഇത് റുദർഫോർഡ് ബാക്ക് സ്കാറ്ററിംഗിൽ ഇവോൾവ്ഡ് ഫ്രം റുദർഫോർഡ് സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ക്ലാസിക്കൽ എലാസ്റ്റിക് സ്കാറ്ററിംഗ്. എലാസ്റ്റിക് സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബൊമ്പാർഡ് ചെയ്യുന്നത് ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾ ആൽഫ പാർട്ടിക്കിളാണ്. അതിനെ ഗോൾഡ് ഫോയിലുള്ള ആറ്റത്തിലൂടെ ബൊമ്പാർഡ് ചെയ്യുമ്പോൾ അതെന്താകും? ഇത് മൂവായിട്ട് ഇങ്ങനെ സ്കാറ്ററാക്കി പോകും. ഈ ആറ്റം ഇതിലുള്ള പാർട്ടിക്കിൾസ് എന്താകും? ഈ ഒരു സൈഡിലോട്ട് മൂവ് ആകും. അപ്പോൾ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലും ഒന്ന് മൂവ് ആകും. അതായത് നമ്മൾ ഒരു 2 റബ്ബർ ബാളിന് ഒരു ഹിറ്റ് ചെയ്യുമ്പോൾ എന്താകും? രണ്ട് ഡയറക്ഷനിലോട്ട് പോകും. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രോസസ്സാണ് അത് എലാസ്റ്റിക് സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. ഇൻസിഡൻറ്റ് പാർട്ടിക്കിൾ ആർ സ്കാറ്റേർഡ് ഓഫ് ബൈ കൂളും റിപ്പൾസീവ് ഫോഴ്സ്. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ഒരു ഫോഴ്സ് ക്രിയേറ്റ് ആവില്ല. ഒരു ന്യൂക്ലിയസ് ഉണ്ടെങ്കിൽ അത് ചുറ്റി കുറച്ച് ഫോഴ്സ് ക്രിയേറ്റ് ആകും. അത് നമ്മൾ എന്താ പറയുക? റിപ്പൾസീവ് ഫോഴ്സ്, കൂളും റിപ്പൾസീവ് ഫോഴ്സ് എന്ന് പറയാം. ദ പാർട്ടിക്കിൾ സ്കാറ്റേർഡ് ഫ്രം ദ സാമ്പിൾ ടു ആൻ ആംഗിൾ ആർ ഡിറ്റക്റ്റഡ് ബൈ ഡിറ്റക്ടർ. ഓക്കെ, ദ ബേസിക് പ്രിൻസിപ്പൽ ഓഫ് RB. യെസ്, അപ്പോൾ ഇത് ബേസിക് പ്രിൻസിപ്പലിൽ എന്താണ്? ഒരു പാർട്ടിക്കിൾ ബീം, അതായത് ആൽഫ പാർട്ടിക്കിൾ ബീം, അത് ഒരു സ്ട്രൈറ്റ് ലൈനായിട്ട് കൺവേർട്ട് ആക്കാൻ കോളിമീറ്റർ ഉണ്ട്. പിന്നെ ഒരു ഫോയിലിൽ അത് ടച്ച് ആകുമ്പോൾ അത് സ്കാറ്ററാക്കി പോകും, പിന്നെ അത് പാസ്സാക്കി പോകും. അപ്പോൾ ഇവിടേക്ക് സ്കാറ്റർ ആകുന്നത് വെച്ചിട്ട് നമ്മൾ സ്കാറ്റർ ആകുന്ന പാർട്ടിക്കിളിനെ നമ്മൾ ഡിറ്റക്ടർ വെച്ചിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. So incident beam or projectile collide with the target atom and scattered backward into the detector system where energy of the projectile is being measured. During collision, energy is transferred from moving particle to the stationary atom. അപ്പോൾ സ്റ്റേഷനറി ആറ്റം പറഞ്ഞാൽ എന്താണ്? അത് ഫോയിലാണ്, ഗോൾഡ് ഫോയിലും. മൂവിങ് പാർട്ടിക്കിൾ പറഞ്ഞാൽ ആൽഫ പാർട്ടിക്കിൾ, നമ്മൾ എമിറ്റ് ചെയ്യുന്ന ആൽഫ പാർട്ടിക്കിൾ. സോ സ്കാറ്ററിങ് കൈനറ്റിക്. അപ്പോൾ ബിഫോർ സ്കാറ്ററിങ് ആഫ്റ്റർ സ്കാറ്ററിങ് എന്തായാലും ഒരു കൈനറ്റിക് എനർജി അതിൽ ഡിഫർ ആവും അല്ലേ? അതായത് നമ്മൾ ഇൻസിഡൻറ്റിൽ വരുന്ന പാർട്ടിക്കിളും പിന്നെ സ്കാറ്ററായി പോകുന്ന പാർട്ടിക്കിളിൻ്റെ എനർജിയും വിൽ ബി ഡിഫർ. അപ്പോൾ അതിൽ സ്കാറ്ററിങ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഈ തീറ്റ, പിന്നെ റീകോയിൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ അത് ഫൈ. ഇത് പ്രൊജക്ടൈൽ, അത് ഇൻസിഡൻറ്റ്, ഇത് ടാർഗറ്റ്. അപ്പോൾ ഇത് നമ്മൾ ഒരു ബൊമ്പാർഡ് ചെയ്യുന്ന ഒരു ആൽഫ പാർട്ടിക്കിൾ കൊണ്ട് ബൊമ്പാർഡ് ചെയ്യുമ്പോൾ ഇത് ഫോയിലാണ് കേട്ടോ, ഗോൾഡ് ഫോയിൽ എന്ന് വെക്കാം. അപ്പോൾ ഇതിലുള്ള ഒരു പാർട്ടിക്കിൾ എന്താകും? ഈ ഡയറക്ഷനിലോട്ട് പോകും. ഈ ഡയറക്ഷനിലോട്ട് നമ്മൾ ഇൻസിഡൻറ്റിൽ നമ്മൾ കൊടുക്കുന്ന ആൽഫ പാർട്ടിക്കിൾ ഈ ഡയറക്ഷനിലോട്ട് തിരിച്ചു വരും. അപ്പോൾ ഇതിനെ നമ്മൾ എന്താ പറയുക? ഒരു എലാസ്റ്റിക് സ്കാറ്ററിംഗ് എന്ന് പറയും. സോ അത് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാം. ഇത് കൈനറ്റിക് എനർജി വെച്ചിട്ട് നമ്മൾ അവസാനം, അതായത് റേഷ്യോ ഓഫ് ദീസ് എനർജി, ഇനീഷ്യൽ എനർജിയും ഫൈനൽ എനർജീൻ്റെ റേഞ്ച് വെച്ചിട്ട് നമുക്ക് കൈനമാറ്റിക്സ് വാല്യൂ, ദാറ്റ് ഇസ് K, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും.
So an ion with mass m1 പിന്നെ kinetic energy E0 with velocity V0 എന്ന് എടുക്കുക, incident angle alpha പിന്നെ target atom mass m2. The ion is scattered through an angle theta, losing kinetic energy. അതായത് after scattering that will lose the energy during the collision. The scattered ion possesses kinetic energy E1, while the target atom recoils with the kinetic energy E2 or velocity V2. Kinetic energy E2 അതിൻ്റെ velocity V2 at an angle phi with respect to the incident direction. So the conservation energy gives m1 v0 square is equal to m1 v1 square plus m2 v2 square. അപ്പോൾ റീഅറേഞ്ച് ഈ ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് v2ൻ്റെ വാല്യൂ ഫൈനൽ velocity v2 square is equal to m1 v0 square minus v1 square. So the conservation of momentum parallel to the incident direction. അപ്പോൾ parallel to the incident direction ആണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ, പിന്നെ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം പെർപെൻഡിക്കുലർ ടു ദ ഇൻസിഡൻറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നമുക്ക് ഈ ഈക്വേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഈക്വേഷൻ, അതായത് ഫോർത്ത് ഈക്വേഷൻ ആൻഡ് സിക്സ്ത് ഈക്വേഷൻ നമുക്ക് കിട്ടി. സോ ഇത് രണ്ടും 4ഉം 6ഉം പിന്നെ 4ഉം 6ഉം നമുക്ക് ആഡ് ചെയ്യുമ്പോൾ, അതായത് ഇതും നമുക്ക് ആഡ് ചെയ്യാം. ലെഫ്റ്റ് ഐറ്റംസിന് ലെഫ്റ്റിലും, ലെഫ്റ്റ് പാർട്ടിന് ലെഫ്റ്റിലും പിന്നെ റൈറ്റ് പാർട്ടിന് റൈറ്റിലും ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 7th ഈക്വേഷൻ കിട്ടി. സോ ഇതിൽ sin square theta plus cos square is equal to 1 അങ്ങനത്തെ ഈക്വേഷൻ വരും. പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ടിങ് 2 into 8. അപ്പോൾ രണ്ടാമത്തെ ഈക്വേഷൻ എന്താണ്? ഇത് ഫസ്റ്റ് ഈക്വേഷൻ എന്ന് വയ്ക്കാം, ഇത് രണ്ടാമത്തെ ഈക്വേഷൻ. സോ ഈ രണ്ടാമത്തെ ഈക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ 8. അപ്പോൾ നമുക്ക് 9th ഈക്വേഷൻ കിട്ടി. പിന്നെ ഈ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഓക്കെ, നമുക്ക് ഇതൊക്കെ നമുക്ക് PDF ആയിട്ട് അയച്ചു വിടാം. കൈനമാറ്റിക്സ് ഫാക്ടർ K is equal to E1 by E0 after collision energy പിന്നെ before collision energy. പിന്നെ അതിൻ്റെ അതായത് 180 ഡിഗ്രി കൊളാഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 180 ഡിഗ്രി കൊളാഷൻ എന്ന് പറഞ്ഞാൽ ആൽഫ പാർട്ടിക്കിൾസ് പോയി കൊളൈഡ് ആയിട്ട് പിന്നെ തിരിച്ച് വരുന്ന ആംഗിളാണ് 180 ഡിഗ്രി കൊളാഷൻ. സോ ദ ബാക്ക് സ്കാറ്റർ. അപ്പോൾ അതിൻ്റെ ഈക്വേഷനാണ് കൈനമാറ്റിക്സ് ഫാക്ടർ. അതിൻ്റെ ഈക്വേഷൻ A minus 1 the power squared divided by A plus 1 the power squared. So the classical theory of Rutherford scattering as well calculation of impact parameter. അപ്പോൾ ഇതിൽ ഇമ്പാക്ട് പാരാമീറ്റർ ഇൻസിഡൻറ്റും പിന്നെ സ്കാറ്ററിങ് അതിൻ്റെ θ/2 ഇൻസിഡൻ്റ് ആകുന്നത് തീറ്റ. സോ ഇതിൻ്റെ ഈക്വേഷൻ ഇതിൽ വന്നിട്ട് ഇലക്ട്രിക് ചാർജ് Z എന്ന് വരും. പിന്നെ കോമ്പണൻസ് ലീനിയർ മൊമെൻറ്റം Pയും PMV, ഇത് വന്നിട്ട് y ഡയറക്ഷൻ. സോ സൈൻ θ/2 പിന്നെ ഡൗൺവേർഡ് ഡയറക്ഷൻ, അപ്പർ ഡയറക്ഷൻ, ചേഞ്ച് ഇൻ മൊമെൻറ്റം del P. അപ്പോൾ അതിൻ്റെ ഈക്വേഷൻ വിച്ച് ഗിവ്സ് ദിസ്. സോ നമുക്ക് യൂസ് ദിസ് ഈക്വേഷൻ. ഈ ഈക്വേഷൻ വെച്ചിട്ട് നമുക്കൊരു ഇങ്ങനത്തെ B എന്ന ഈക്വേഷൻ കിട്ടി. ഓക്കെ, ക്രോസ് സെക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിൻ്റെ ന്യൂക്ലിയർ ഫോഴ്സ് ഒരു പെർട്ടിക്കുലർ ഏരിയ വരെ കവർ ആകുമെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഈ ഏരിയ വരെ ഉള്ളതാണ് നമ്മൾ ക്രോസ് സെക്ഷൻ പറഞ്ഞത്. അപ്പോൾ ഈ ഏരിയയിലാണ് നമ്മൾ ബമ്പാർഡ് ചെയ്ത ഇൻസിഡൻസ് പാർട്ടിക്കിളിനെ ഈ വഴിയായിട്ട് അയക്കുമ്പോൾ എന്താകും, ഇത് ന്യൂക്ലിയസിലോട്ട് ടച്ച് ആവില്ല. ഈ ഇവിടെ ഒരു കൂളിംഗ് ഫോഴ്സ് അപ്ലൈ ആകുമെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഈ കൂളിംഗ് ഫോഴ്സും പിന്നെ ഈ ക്രോസ് സെക്ഷൻ ഏരിയ, അപ്പോൾ ഇതിനുള്ളിലാണ് കൂളിംഗ് ഫോഴ്സ് അപ്ലൈ ആകുന്ന ഏരിയ. അപ്പോൾ ഇതുവരെ എന്താകും, ഇത് സ്കാറ്റർ ആയി പോകും. അപ്പോൾ ഇതിൽ സ്കാറ്റർ ആകുന്നത് B+dBയും, അതായത് ഇത് ഇൻസിഡൻറ്റ് B+dBയും പിന്നെ സ്കാറ്റർ ആകുന്നത് θ+d θ. സോ അങ്ങനത്തെ ഈക്വേഷൻ നമുക്ക് കിട്ടും. സോ ഇത് അതായത് ഇൻറ്റൻസിറ്റി ഓഫ് ഇൻകമിങ് പാർട്ടിക്കിൾസ് ഈക്വൽ ടു സ്കാറ്റർഡ് പാർട്ടിക്കിൾ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഈക്വേഷൻ നമുക്ക് കിട്ടും. സോ ഇത് എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്. അപ്പോൾ ഈ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പാണ് എല്ലാത്തിലും വരും. അതായത് ഞാൻ ആദ്യം പറഞ്ഞ ഈ NAA പിന്നെ പിക്സ് പിന്നെ ഈ RBS അതിലൊക്കെ വരും. സോ ഇത് ആക്സിലറേറ്റർ. അപ്പോൾ ഇത് ആക്സിലേറ്റർ ചെയ്യാൻ യൂസ് ആണ്. ഇതാണ് ഏത് ആക്സിലേറ്റർ ചെയ്യാൻ, നമ്മൾ ആൽഫ പാർട്ടിക്കിൾ ആക്സിലേറ്റർ ചെയ്യാനും ഈ ബീമിനെ സ്ട്രൈറ്റ് ആക്കാനും. പിന്നെ ഇത് ഡിറ്റക്ടർ, അതായത് ഇത് ടാർഗറ്റ്. അപ്പോൾ ഇതൊക്കെ ഡിറ്റക്ടർ. അപ്പോൾ ഇത് സ്കാറ്റർ ആയി വരുന്ന പാർട്ടിക്കിളിന്, അതായത് നമ്മൾ ആൽഫ പാർട്ടിക്കിളിനെ കൊടുക്കണു, ഒരു ബമ്പാർഡ് ചെയ്യുമ്പോൾ ആ ഫോയിലുള്ള പാർട്ടിക്കിൾസ്, ചില പ്രോട്ടോൺ ആണെങ്കിൽ പ്രോട്ടോൺ ഒരു ഭാഗത്തും പിന്നെ ഈ ആൽഫ പാർട്ടിക്കിൾ ഇനിയൊരു ഭാഗത്തും ടച്ചായിട്ട് ഡയറക്ഷനിലോട്ട് പോകും. അപ്പോൾ വരുന്ന പാർട്ടിക്കിൾ, സ്കാറ്ററായി വരുന്ന പാർട്ടിക്കിളിനെ ഈ ഡിറ്റക്ടർ വെച്ച് ഡിറ്റക്ട് ചെയ്തിട്ട് പിന്നെ അതിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് പിന്നെ നമുക്കതിനെ അനലൈസ് ചെയ്യാൻ പറ്റും. അതൊന്നൊരു സെറ്റപ്പാണ്. അത് ചാർജ് പാർട്ടിക്കിൾ ആക്സലറേറ്റഡ് ബൈ എ ഷൂട്ടബിൾ ആക്സലറേറ്റർ. ലൈക്ക് ആക്സലറേറ്റർ എന്തായിരിക്കും, ലൈക്ക് വാൻ ഡി ഗ്രാഫ് ജനറേറ്ററോ ഓർ പെലട്രോൺ ആയിരിക്കും.
It's passing through the analyzing magnet. The narrow collimated beam enters in the RBS chamber. RBS chamber പറഞ്ഞാൽ ഈ സെറ്റപ്പ്സിനെയാണ് RBS chamber എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. Okay, so this is the equation. Ni is equal to IT SNT d sigma by d omega del d eta t. So then the values, number of atoms of the target per unit area. So then the equations, cross section equations are it. So energy strangling എന്ന് പറഞ്ഞാൽ the target, അതായത് നമ്മൾ കൊടുക്കുന്ന എനർജി ഇനിഷ്യൽ എനർജിയും പിന്നെ ഫൈനൽ എനർജിയും ഡിഫർ ആകും. അതിൻ്റെ കുറച്ച് വേരിയേഷൻ വരും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അതായത് ഈ ടാർഗറ്റിൻ്റെ തിക്നെസ്സും പിന്നെ ഇത് ട്രാവൽ ചെയ്യുന്ന ഒരു ഡിസ്റ്റൻസ്, നമ്മൾ ടാർഗറ്റിനും പിന്നെ ഇൻസിഡൻറ്റിനും ആൽഫ പാർട്ടിക്കിൾ ഡിറ്റക്ട് ചെയ്യാവുന്ന ഒരു ഡിസ്റ്റൻസ് വരില്ലേ, അതിൻ്റെ ഡിസ്റ്റൻസ് കാരണവും പിന്നെ ഈ തിക്നെസ്സിൻ്റെ കാരണവും ഇതെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ എനർജി സ്ട്രാഗ്ലിങ് അവിടെ നടക്കും. ശരി, അപ്പോൾ അതിൻ്റെ ഈക്വേഷനാണ് ഇത്. സോ ഇതിൽ അപ്പോൾ അതിൻ്റെ ഈക്വേഷൻ ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഈക്വേഷൻസ് ഇത്. നെക്സ്റ്റ് എനർജി ആപ്ലിക്കേഷൻസ് ഓഫ് RBS. അപ്പോൾ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി അതിൽ ഇത് ആപ്ലിക്കേഷൻസ് നമുക്ക് യൂസ് ആകും. അതായത് മെഷർമെൻറ്റ് ഓഫ് തിക്നെസ്, യൂണിഫോമിറ്റി നേച്ചർ, amount of distribution of impurity in the film. നമുക്ക് തിക്നെസ്സിനൊക്കെ ആറ്റംസിൻ്റെ തിക്നെസ്സിനൊക്കെ കണ്ടുപിടിക്കാൻ, പിന്നെ ന്യൂക്ലിയസിൻ്റെ തിക്നെസ്സൊക്കെ കണ്ടുപിടിക്കാൻ, സൈസിനെ കണ്ടുപിടിക്കാനൊക്കെ ഇത് യൂസ് ആകും. പിന്നെ ക്രിസ്റ്റലോഗ്രാഫിയിൽ ക്രിസ്റ്റലൈൻ നേച്ചർ, പിന്നെ ചാനലിംഗ് എഫക്റ്റ് അതിനെ കണ്ടുപിടിക്കാനും യൂസ് ആകുന്നുണ്ട്. ആപ്ലിക്കേഷൻസാണ് ഇതൊക്കെ. ബയോളജിക്കൽ ഫീൽഡിൽ ട്രേസ് എലമെൻറ്റ് അനലൈസ് ചെയ്യാനും, സർഫേസ് കൊറോഷൻ അതിൽ സ്റ്റഡി ചെയ്യാനും, പിന്നെ ഫിലിം തിക്നെസ്, തിൻ ഫിലിം അതിനെ തിക്നെസ്സിനെ ഡിറ്റർമൈൻ ചെയ്യാനും ഇത് യൂസ് ആകും. ഓക്കെ, താങ്ക് യു.